ദി ബേണിംഗ് മിൽ എന്നാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 3 ടൈറ്റിൽ. ആ ടൈറ്റിലിന് ആ പേര് വരാൻ കാരണം എപ്പിസോഡിന്റെ തുടക്ക ഭാഗത്ത് നമുക്ക് കാണിക്കുന്ന ബാറ്റിൽ അറ്റ് ദി ബേണിംഗ് മിൽ എന്ന ആ ഒരു വലിയ ഇവന്റ് കാണിച്ചുകൊണ്ടായിരുന്നു. ആ ഒരു ബാറ്റിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിന്റെ ടൈറ്റിൽ ഇൻട്രോയിൽ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഇല്ലാത്ത എക്സ്ട്രാ ആഡ് ഓൺ സാധനങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതിന്റെ ടൈറ്റിൽ ഇൻട്രോയെ കുറിച്ചുള്ള ബേസിക് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസൺ പ്രോഗ്രസ് ചെയ്യുന്നതോറും പുതിയ പുതിയ കുറെ അഡീഷൻസ് ഒക്കെ വരുന്നുള്ളത്. അത്തരത്തിലുള്ള 2 അഡീഷൻസ് ആണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അതിലൊന്ന് ബേബി ജഹേറിസിന്റെ ഫ്യൂണറലാണ്. ബ്ലഡ് ആൻഡ് ചീസ് വന്ന് കഴുത്തറുത്ത് കൊന്ന ആ ഒരു കുട്ടിയുടെ ഫ്യൂണറൽ സൂചിപ്പിക്കുന്നതാണ് ആദ്യത്തെ ഷോട്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഷോട്ട് ബ്ലഡ് ആൻഡ് ചീസിനെ കിങ്സ് ലാൻഡിംഗിൽ വെച്ച് തന്നെ പിടിക്കുകയും അവരെ ഹാങ് ചെയ്ത് കൊല്ലുകയും ചെയ്തിരുന്നു. അവിടെയുള്ള എല്ലാ റൈറ്റ് കാച്ചേഴ്സിനെ കൊന്ന സമയത്ത് ചീസും കൂടി മരിച്ചിരുന്നു. ആ ഒരു കാര്യമാണ് തൊട്ടടുത്ത സീക്വൻസിൽ സിംബോളിസ് ചെയ്ത് കാണിച്ചത്. ഇത് കഴിഞ്ഞ് കിങ്സ് ലാൻഡിംഗ് മുഴുവനായിട്ട് ബ്ലഡ് ഷെഡ് നടക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് തൊട്ടടുത്ത സീൻ. സോ ഇനി വരും എപ്പിസോഡുകളിൽ നടക്കുന്ന വലിയ വലിയ ഇവന്റ്സ് അതെല്ലാം തന്നെ ഇത്തരത്തിൽ ടൈറ്റിൽ ഇൻട്രോയിലും ഇനി ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞുള്ള ഓപ്പണിംഗ് സീക്വൻസിൽ ആ ഒരു ബാറ്റിൽ അറ്റ് ദി ബേണിംഗ് മിൽ എന്ന ആ ഒരു വലിയ ഇവന്റ് ആണ് കാണിച്ചത്. അല്ലെങ്കിൽ ആ ഒരു വലിയ ബാറ്റിൽ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചെന്നില്ലെങ്കിലും ആ ഒരു വലിയ ബാറ്റിലിന് തുടക്കം കുറിച്ച കാരണങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീക്വൻസും ആണ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. സോ ഈ ഒരു ബാറ്റിൽ നടക്കുന്ന തന്നെ റിവറൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ റിവറൻസിൽ പണ്ട് കാലം മുതലേ ഉള്ള 2 മെയിൻ ഫാമിലീസ് ഉണ്ട്. ബ്ലാക്ക് വുഡ്സും ബ്രാക്കൺസും. ഇവർ തമ്മിൽ പണ്ടേ പ്രശ്നമാണ്. ഇന്നും ഇന്നലെ അല്ല. ഈ ഒരു എപ്പിസോഡിന്റെ ഇവന്റ്സ് കാണിച്ചു തരുന്ന സമയത്തല്ല, പണ്ട് ടാർഗറിയൻസ് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പണ്ട് നൈറ്റ് കിങ് വന്ന, അല്ലെങ്കിൽ ലോങ് നൈറ്റ് നടന്ന, അല്ലെങ്കിൽ പഴയ ഏജ് ഓഫ് ഹീറോസിന്റെ ആ ഒരു സമയം മുതലേ പ്രശ്നം ഉണ്ടാക്കുന്ന 2 ഫാമിലീസ് ആണ്. സോ അവരെ എന്തിനാണ് അന്ന് അടി തുടങ്ങിയെന്നുള്ളത് ഇപ്പോഴും അറിയാത്ത കുറെ പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സോ എന്തെങ്കിലും കാരണം കിട്ടിയാൽ അപ്പടിക്കണം എന്ന് പറഞ്ഞ് പണ്ട് മുതലേ റൈവലറി ഉള്ള 2 ഫാമിലീസ് ആണ്. സോ അവരിപ്പോ 2 വിഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ടോട്ടൽ റെലം മാറിയ പോലെ തന്നെ, ബ്ലാക്സിന്റെയും ഗ്രീൻസിന്റെ കൂടെ പോയ പോലെ തന്നെ ബ്ലാക്ക് വുഡ്സ് ബ്ലാക്സിന്റെ കൂടെയും അല്ലെങ്കിൽ റെനേറയുടെ കൂടെയും, ഇപ്പുറത്തെ സൈഡിലുള്ള ബ്രാക്കൺസ് ആവട്ടെ ഏഗോന്റെ കൂടെയും അല്ലെങ്കിൽ ഗ്രീൻസിന്റെ കൂടെയാണ്. സോ ഇവർ തമ്മിലുള്ള ഇന്റർണൽ കോൺഫ്ലിക്ട്, അതും ഈ ചെറിയ കുട്ടികൾ പറഞ്ഞു തുടങ്ങി അത് എവിടെ അവസാനിച്ചു എന്ന് കാണിക്കുന്നതായിരുന്നു ബാറ്റിൽ അറ്റ് ദി ബേണിംഗ് മിൽ. അതൊരു വലിയ ബാറ്റിലായിരുന്നു. ഈ പറയുന്ന റെനേറയുടെയും ഏഗോണ്ടും പേരിൽ മോൾ ഫോക്സ് നടത്തുന്ന വലിയൊരു ബാറ്റിൽ. സോ ഇതെങ്ങനെ ആ ഒരു റെലമിനെ മുഴുവനായിട്ട് ഇപ്പൊ തന്നെ അഫക്ട് ചെയ്യാൻ തുടങ്ങി എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു സീക്വൻസ് എന്ന് പറയാം. കാരണം ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസ് എന്ന ഇവന്റ് തുടങ്ങി കഴിഞ്ഞു. പക്ഷെ ഡ്രാഗൺസ് ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ടാർഗറിയൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെലം തന്നെ 2 വിഭാഗമായിട്ട് ഇപ്പൊ തന്നെ മാറി എന്ന് സൂചിപ്പിക്കാൻ കൂടി അവരൊറ്റ സീക്വൻസിൽ കൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പഴിയും ടാർഗറിയൻസിന്റെ നെഞ്ചത്തേക്ക് തന്നെ വരിക. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇത് അവരുടെ പേരിലല്ല, ഇവർ പണ്ട് മുതലേ തുടക്കം വെച്ചതാണ്. സോ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നടക്കുന്ന ടീംസ് ആയിരുന്നു. അവർക്ക് കിട്ടിയപ്പോൾ അവരൊരു യുദ്ധങ്ങൾ നടത്തി. അതാണ് ബാറ്റിൽ അറ്റ് ദി ബേണിംഗ് മിൽ. ദെൻ എപ്പിസോഡ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ പിന്നീട് കാണിച്ചു കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാന സീക്വൻസിൽ ട്വിൻസ് ആയ എറിക്കും അരക്കും കൂടി ബാറ്റിൽ നടത്തി 2 പേരും മരിക്കുന്നത് നമ്മൾ കണ്ടു. അവരുടെ ഫ്യൂണറലാണ് പിന്നീട് കാണിച്ചിരുന്നത്. സോ ഡ്രാഗൺ സ്റ്റോണിൽ വെച്ച് തന്നെ അവർ അടക്കി. ഇതിനിപ്പോ തന്നെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു നടക്കാണ് ഡ്രാഗൺ സ്റ്റോണിലുള്ള എല്ലാവരും. റെനേറിയും റെയിനിസും മാത്രമാണ് എങ്ങനെയെങ്കിലൊക്കെ ഡ്രാഗൺസ് തമ്മിലുള്ള ഈ വരാനിരിക്കുന്ന യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ടീംസ്. കാരണം അവർക്കറിയാം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നുള്ളത്. ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് നമ്മൾ അത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് റെനേറ അലിസിന്റെ കാണാൻ പോകുന്നതൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നേരെ കിങ്സ് ലാൻഡിംഗിലേക്ക് എത്തിയാൽ അവിടുത്തെ സിറ്റുവേഷൻ മുഴുവനായിട്ട് മാറി. ഓട്ടോ ഹൈറ്റവർ അല്ല ഇപ്പൊ ഹാൻഡ് ഓഫ് ദി കിങ്. ഇപ്പോ ഹാൻഡ് ഓഫ് ദി കിങ് ആയിട്ടുള്ളത് ക്രിസ്ത്യൻ കോൾ ആണ്. അവർ വാർ കൗൺസിൽ കൂടുകയാണ്, അല്ലെങ്കിൽ ഗ്രീൻ കൗൺസിൽ. ആ ഒരു ഗ്രീൻ കൗൺസിലുള്ള എല്ലാവരും തന്നെ പല വാർ സ്ട്രാറ്റജീസും എടുത്തിടുന്നുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 3-4 ഇവന്റ്സ് ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ഓർമൺ ഹൈറ്റവറിനെ പറ്റിയാണ്. ആ ഓട്ടോ ഹൈറ്റവറിന്റെ ബ്രദർ ആണ് ഈ ഒരു ഓർമൺ ഹൈറ്റവർ. ആളാണ് ഇപ്പോൾ ഹൈറ്റവറിന്റെ ലോഡ്. ഈ ഓർമൺ ഹൈറ്റവർ ഓൾഡ് ടൗണിൽ നിന്നും ഹൈറ്റവർ ആർമിയെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ തന്നെ ഡെയ്റോൺ ടാർഗേറിയൻ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നു ഡെയ്റോണിനെ ജസ്റ്റ് ഇങ്ങനെ ടീസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇതുവരെ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ അടുത്ത സീസണിലായിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാൻ പോകുന്നുണ്ടാവുക. സോ ഓർമണിന്റെ കൂടെ അല്ലെങ്കിൽ ഹൈറ്റവർ ആർമിയുടെ കൂടെ ഓൾഡ് ടൗണിൽ നിന്നും ഡെയ്റൺ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡെയ്റൺ ആണ് നമ്മുടെ എയ്മണ്ടിന്റെയും ഏഗോന്റെ ഒക്കെ തന്നെ ഒരു ബ്രദർ. ഇതുവരെ സീരീസിൽ കാണിച്ചിട്ടില്ലാത്ത എലിസിന്റെ മറ്റൊരു മകൻ. സോ അടുത്ത് തന്നെ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ കാണാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ദെൻ ഇത് കഴിഞ്ഞ് ടൈലൻ ലാനിസ്റ്ററിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ടൈലൻ ലാനിസ്റ്റർ സ്മോൾ കൗൺസിലിൽ ഇരിക്കുന്ന ജെയ്സൺ ലാനിസ്റ്ററിന്റെ ബ്രദർ ആണ്. ഇവരും ട്വിൻസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സീസണിലൊക്കെ ഇവരെ കണ്ടിട്ടുണ്ട്. ടൈലൻ ലാനിസ്റ്റർ ആവട്ടെ ലാനിസ്റ്റർ ആർമിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്നും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ക്രിസ്ത്യൻ കോൾ പറയുന്നത് ഡയറക്ട്ലി ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കണം, റിവറൻസിലേക്ക് പോയി അത് ക്ലെയിം ചെയ്യണം എന്നുള്ള കാര്യം. സോ ഇത്തരത്തിൽ ലാനിസ്റ്റർ ആർമിയും ഹൈറ്റവർ ആർമിയും ദെൻ ഈ ഒരു ടാർഗറിയൻ ആർമിയും ഒക്കെ തന്നെ ബ്ലാക്സ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം തന്നെ കോൺകർ ചെയ്യാനാണ് ഗ്രീൻസ് ശ്രമിക്കുന്നത്. അങ്ങനെ അവർ തീരുമാനം എടുത്ത് ക്രിസ്ത്യൻ കോൾ ഹാരൻ ഹെല്ലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അവിടെ പറയുന്നുണ്ട് എയ്മണ്ടിനോട് കൂടെ വരണ്ട, കിങ്സ് ലാൻഡിംഗ് ഗാർഡ് ചെയ്യാനായിട്ട് വാഗാറും എയ്മണ്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത്. സോ കറന്റ് എയ്മണ്ട് അവിടെയാണുള്ളത്. ഇത് കൂടാതെ ഏഗോണും ഇവർ ക്രിസ്ത്യൻ കോളിന്റെ കൂടെ പോകണം, തനിക്ക് പ്രൂവ് ചെയ്യാനുള്ളതും കൂടി പ്രൂവ് ചെയ്യണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിൽ ആ ചങ്ങായിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി. ഇത് കഴിഞ്ഞ് ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തിയാൽ അവിടെ വെച്ച് മെയ്സേരിയും റെനേറിയും തമ്മിൽ സംസാരിക്കാൻ നമ്മൾ കാണും. അവിടെ സീസ്മോക്കിനെ കാണിച്ചു തരുന്നുണ്ട്. സീസ്മോക്ക് ലെയ്നോറിന്റെ ഡ്രാഗൺ ആയിരുന്നു. ആ ഒരു ഡ്രാഗൺ ഇപ്പൊ റൈഡർ ഇല്ല. സോ ലെയ്നോറിനെയും സീസ്മോക്കിനെ പറ്റി പറയുമ്പോൾ ഈ മെയ്സേരിക്ക് ഏകദേശം ആ ഒരു കാര്യം അറിയാം എന്നുള്ള രീതിയിൽ പറയാതെ പറയുന്നുണ്ട്. അത് പെട്ടെന്ന് റെനേറെ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. സോ ലെയ്നോർ മരിച്ചിട്ടില്ല, കടൽ കടന്ന് പോയിട്ടുള്ളൂ എന്നൊരു കാര്യം വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു പക്ഷേ മെയ്സേരിക്ക് കൂടി അത് അറിയാം എന്നുള്ളത് ജസ്റ്റ് അവിടെ നിന്ന് ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനുശേഷം റെനേറിയ തന്റെയും എയ്മണ്ടിന്റെയും മകളായ റെയിനെ
വെയിലിലേക്ക് അയക്കുന്നുണ്ട്. സോ ഓൾറെഡി യുദ്ധം തുടങ്ങി, ഒരു മകനെ ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരെ കൂടെ നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ ഇവരുടെ കൂട്ടത്തിൽ ഡ്രാഗൺ റൈഡർ അല്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രാഗൺ ഇല്ലാത്ത ബാറ്റിൽ അവർക്ക് ഉപകാരം ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരു ക്യാരക്ടറാണ് ഈ റെയ്നെ. അതുകൊണ്ട് തന്നെ വെയിലേക്ക് അയക്കുകയാണ്. റെയ്നെ മാത്രമല്ല മകനായ ജോഫ്രിനെയും. ഈ ജോഫ്രിയുടെ ഡ്രാഗൺ ആണ് അറാക്സ. ഓൾറെഡി വെയിലുള്ള ജെയിൻ ആരിന് ഒരു ഡ്രാഗണ് കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. എന്ന് മാത്രമേ അവിടുത്തെ ആർമി അവിടെ നിന്ന് വിട്ടുവരുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് റെയ്നെയും ജോഫ്രിയും അവരുടെ ഡ്രാഗണയും കൂടി അങ്ങോട്ടേക്ക് അയക്കുന്നത്. ദെൻ ഇവർ മാത്രമല്ല, ഇനിയും 2 കുട്ടികളും കൂടി ഉണ്ട്. ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ 2 കുട്ടികളെ. സോ അതിലൊന്ന് എയ്ഗോൺ ദി തേർഡും വിസൈരസ് ദി സെക്കൻഡും ആണ്. ഇത് 2 ചെറിയ കുട്ടികളാണ്. സോ ഇവർക്കും 2 ചെറിയ ഡ്രാഗൺസ് ഉണ്ട്, ടെറാക്സിസും സ്റ്റോം ക്ലൗഡും. സോ ഈ കുട്ടികളെയും ഈ ഒരു ഡ്രാഗണയും കൂടി പെൻഡോസിലേക്ക് അയക്കുകയാണ്. സോ ഇവർ അയക്കുന്നത് റെയ്നെയും ജോഫ്രിയും വെയിലിലേക്കും എയ്ഗോണെയും വിസാരിസിനും പെൻഡോസിലേക്കുമാണ്. ആൻഡ് അതിന് കൂടെ പെൻഡോസിലേക്ക് 4 ഡ്രാഗൺ എക്സും കൂടി അയക്കുന്നത് കാണിച്ചിരുന്നു. ആൻഡ് ഈ സീക്വൻസസ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെയാണ് ഓർമ്മ വരിക. ഓക്കെ, അതിൽ ഡെനേരിസ് കാണിച്ചിട്ടുള്ള അതേ ഡ്രാഗൺ എക്സ് തന്നെയാണ്. അവിടെ 3 ഉണ്ടായിരുന്നു, ഇവിടെ 4 ഉണ്ട്. അതും പെൻഡോസിൽ വെച്ച് തന്നെയാണ് ഡെനേരിസിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷെ ആ ഡ്രാഗൺ തന്നെയാണ് ഈ ഡ്രാഗൺ എന്ന് ഒരു ഉറപ്പില്ല. കാരണം ഡെനേരിസിന് പണ്ട് കിട്ടിയ ഒരു ഡ്രാഗൺ എഗ് അത് ഡ്രീം ഫെയറിന്റെ എഗ് ആണ് എന്നൊക്കെ തന്നെ ഒരു തിയറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണെന്ന് വലിയ ഉറപ്പില്ല. ആൻഡ് ഈ ഒരു എഗ് എവിടെ എത്തുന്നു നമുക്ക് കണ്ടു തന്നെ അറിയണം. ആൻഡ് ഇത് കഴിഞ്ഞ് ഡെയ്മൺ ഹാരൻ ഹെൽ പിടിച്ചെടുക്കുന്നതാണ് കാണിച്ചത്. അവർ ഇവന്റെ ഫയർ ആൻഡ് ബ്ലഡ് എന്ന ബുക്കിൽ പറയുന്നത് ഫോൾ ഓഫ് ദി ഹാരൻ ഹെൽ എന്നാണ്. കാരണം ഗ്രീൻസിന് സപ്പോർട്ട് ആയിട്ടുള്ള സ്ട്രോങ് ഫാമിലിയാണ് ഇപ്പൊ അത് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു വലിയ ബാറ്റിലൂടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡെയ്മൺ അങ്ങോട്ടേക്ക് എത്തിയത്. ഡെയ്മൺ പോകുന്നത് തന്നെ എയ്ഗോൺ ദി കോൺക്വററിന്റെ അതേ മോഡിലാണ്. ഈ ഹാരൻ ഹെല്ലിന്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ട് എയ്ഗോൺ ദി കോൺക്വറർ വെസ്റ്ററോസ് പിടിച്ചെടുക്കാനായിട്ട് വന്ന സമയത്ത് ഹാരൻ ഹെൽ എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഹാരൻ ദി ഹോർ എന്നെ ഈ കോട്ട രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആർമി മുഴുവനായിട്ട് അതിനുള്ളിൽ കയറ്റി അടച്ചിരുന്നു. പക്ഷെ എയ്ഗോൺ തന്റെ ബലേറിയൻ എന്ന ഡ്രാഗണായിട്ട് വന്ന് ഹാരൻ ഹെൽ മുഴുവനായിട്ട് കത്തിച്ച് നശിപ്പിച്ചു. ആൻഡ് അതിനുശേഷം ഹാരൻ ഹെൽ എപ്പോഴും അഭിക്കപ്പെട്ട സ്ഥലം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ പകലാണെങ്കിൽ കൂടി അവിടെ ഒരു ക്ലൗഡി നേച്ചർ ഉണ്ട്, ഇരുണ്ടിട്ടായിരിക്കും ആ ഒരു കോട്ട മുഴുവനായിട്ട്. ആൻഡ് ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു സ്ഥലത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പോയിന്റിൽ ഒന്നുകൂടിയാണ് ഹാരൻ ഹെൽ. കാരണം റിവറൻസ് മുഴുവൻ ഭരിക്കാൻ വേണ്ടി ഹാരൻ ഹെൽ ആരുടെ കയ്യിലുള്ളത് അവർക്ക് റിവറൻസ് മുഴുവനായിട്ട് കിട്ടും. അങ്ങനെ ഡെയ്മൺ ഹാരൻ ഹെല്ലിലേക്ക് എത്തി അത് വളരെ സുഖമായിട്ട് തന്നെ പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ഡെയ്മൺ തന്റെ കരാക്സിസ് എന്ന ഡ്രാഗണിൽ വന്ന് ഇറങ്ങിയത് കിങ്സ് സ്പയർ എന്ന് പറഞ്ഞ ടവറിലാണ്. ഹാരൻ ഹെല്ലിൽ പണ്ട് എയ്ഗോൺ ദി കോൺക്വറർ ഇതേപോലെ ഹാരൻ ഹെല്ലിൽ നശിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് ആദ്യമായിട്ട് ലാൻഡ് ചെയ്തൊരു ടവർ കൂടെയായിരുന്നു ഈ ഒരു കിങ്സ് സ്പയർ ടവർ. അതുകൊണ്ട് തന്നെ എയ്ഗൺ എങ്ങനെയാണ് കോൺക്വർ ചെയ്യാൻ വന്നത് അതേ മോഡിൽ തന്നെയാണ് ഡെയ്മൺ വന്നതെന്ന് പറയാം. എയ്ഗൺ പണ്ട് ഇട്ടിരുന്ന അതേപോലത്തെ ഒരു ആർമർ ഇട്ട് ഡ്രാഗന്റെ പുറത്ത് ആ ഒരു കിങ്സ് സ്പയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങി ഫുള്ള് കത്തിച്ച് നാശാക്കാൻ വേണ്ടിയിട്ടാണ് ഡെയ്മൺ വന്നെങ്കിലും ഒന്നും നടന്നില്ല. വളരെ ഈസി ആയിട്ട് ഹാരൻ ഹെല്ലി പിടിച്ചെടുക്കാൻ പറ്റി. ആൻഡ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഡെയ്മന്റെ കയ്യിലുള്ള ആ ഒരു സ്വാഡാണ് ഡാർക്ക് സിസ്റ്റർ എന്ന് പറയുന്ന എയ്ഗോന്റെ സിസ്റ്റർ വൈഫായ വിസന്യ ടാർഗറിന്റെ സ്വാഡാണത്. സോ ഒരു പ്രോപ്പർ ബാറ്റിലിന് വന്ന് അത് പിടിച്ചടക്കി റെനേറയുടെ മുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ എല്ലാം പഴയ പോലെ ആവുന്നതാണ് ഡെയ്മൺ വിചാരിച്ചത്. ആൻഡ് ഹാരൻ ഹെല്ലിൽ വെച്ച് വേറൊരു ക്യാരക്ടറിനെ കൂടി കാണിച്ചു തരുന്നുണ്ട്, ആലിസ് റിവേഴ്സ്. ഇത് ഹാരൻ ഹെല്ലിലുള്ള ഒരു വിച്ചാണ് ഈ ഒരു ക്യാരക്ടർ. ദെൻ ഇത് കഴിഞ്ഞ് ഹാരൻ ഹെല്ലിലേക്ക് മാർച്ച് ചെയ്യാനിരിക്കുന്ന ക്രിസ്ത്യൻ കോളെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ ക്രിസ്ത്യൻ കോളിന്റെ ആർമിയുടെ കൂടെ എലിസന്റിന്റെ ബ്രദറായ ഗ്വൈൻ ഹൈറ്റവറിനെ കൂടി ഇൻട്രോഡ്യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നൊരു ക്യാരക്ടറാണ്. ഇത്തരത്തിലുള്ള വലിയ ബാറ്റിൽസ് ഒന്നും പങ്കെടുത്ത് വലിയ ശീലമില്ലാത്തൊരു ക്യാരക്ടർ കൂടെയാണ്. ഇത് കഴിഞ്ഞാണ് ഈ ഒരു എപ്പിസോഡിൽ ഡ്രാഗൺ സീഡ്സിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്. സോ ഒരു ഡ്രാഗൺ ബ്ലഡ് ഉള്ള ഡ്രാഗണിനെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണ് അവരൊക്കെയാണ് ഡ്രാഗൺ സീഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഡ്രാഗൺ ബ്ലഡ് ഉള്ള ഡ്രാഗൺ സീഡ്സ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ടാർഗറിയൻ ബാസ്റ്റേഴ്സ്. സോ അങ്ങനെ കുറെ പേര് കിങ്സ് ലാൻഡിലും ഈവൻ ഡ്രാഗൺ സ്റ്റോണിന്റെ അടുത്തും കുറെ പേരുണ്ട്. സോ അത്തരത്തിലുള്ള ആൾക്കാരെ തന്നെ റിക്രൂട്ട് ചെയ്ത് ഇനി ഡ്രാഗൺ റൈഡേഴ്സ് ഒക്കെ ആക്കാൻ പോകുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് കൂടി അവർ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാം. കാരണം ബ്ലാക്സിന്റെ കയ്യിൽ ഇപ്പൊ തന്നെ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്. മൂൺ ഡാൻസർ, കാരാക്സിസ്, സിറാക്സ് എന്ന ഡ്രാഗൺസ് ഒക്കെ തന്നെ ഓൾറെഡി ഡ്രാഗൺ റൈഡേഴ്സ് ഉള്ള ഡ്രാഗൺസ്. ഇത് കൂടാതെ ഡ്രാഗൺ സ്റ്റോണിന് ചുറ്റുമായിട്ട് ഒരുപാട് ടൈം ചെയ്യാത്തതും വൈൽഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്. പ്രത്യേകിച്ച് വെർമിത്തോർ ഉണ്ട്, സിൽവർ വിങ്, സീ സ്മോക്ക്, പിന്നെ വൈൽഡ് ഡ്രാഗൺസ് ആയ ഷീപ് സ്റ്റീലർ, കാനിബോൾ, ഗ്രേഗോസ്റ്റ് തുടങ്ങിയ ഡ്രാഗൺസ് ഒക്കെ തന്നെ ബ്ലാക്സിന് അവൈലബിൾ ആയിട്ടുള്ള ഡ്രാഗൺസ് ആണ്. എന്നാൽ ഗ്രീൻസിന്റെ കയ്യിലാവട്ടെ വാഗർ, സൺഫയർ, ഡ്രീം ഫയർ എന്നീ 3 ഡ്രാഗൺസ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഡ്രീം ഫയർ ഹെലനയുടെ ഡ്രാഗൺ ആണ്. അത് ബാറ്റിലിന് ഇറങ്ങുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ 2 ഡ്രാഗൺസ് ഉള്ളൂ, ഒന്ന് വാഗറും ഒന്ന് സൺഫയറും. സോ ഡ്രാഗൺസിന്റെ എണ്ണം കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ അതിലൊരു മേൽക്കൈ കിട്ടാൻ പോകുന്നത് ബ്ലാക്സിനാണ്. അതിനു വേണ്ടി കൂടി തന്നെയാണ് അവർ ഡ്രാഗൺ സീഡ് അന്വേഷിച്ചിറങ്ങുന്നതും. ഇതേപോലെയുള്ള ഒരു ഡ്രാഗൺ സീഡ് ആണ് ഉൾഫ് വൈറ്റ് എന്നൊരു ക്യാരക്ടർ. കാരണം ഇത് കഴിഞ്ഞ് കിങ്സ് ലാൻഡിങ്ങിലെ ഫ്ലീ ബോട്ടത്തിലെ ടവേണിൽ വെച്ചൊരു സീക്വൻസ് കാണിച്ചിരുന്നുണ്ട്. അവിടെയാണ് ഉൾഫ് വൈറ്റ് എന്നൊരു ക്യാരക്ടറെ നമുക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഉൾഫ് വൈറ്റ് ഒരു ടാർഗറിയൻ ബാസ്റ്റേർഡ് ആണ് എന്ന് മാത്രമാണ് ബുക്കിൽ പറയുന്നതെങ്കിലും സീരീസിലാണ് ആരുടെ മകനാണ് ഉൾഫ് വൈറ്റ് എന്ന് പറയുന്നത്. സീരീസിൽ പറയുന്നത് അനുസരിച്ച് ഉൾഫ് വൈറ്റ് ബെയ്ലോൺ ടാർഗറിയന്റെ ഹാഫ് സൺ ആണ്. സോ ഇത് ബെയ്ലോൺ ടാർഗറിയൻ ആണ് വിസൈരസിന്റെയും ഡെയ്മണ്ട് ഒക്കെ തന്നെ ഫാദർ. സോ ബേസിക്കലി ഡെയ്മണ്ടിന്റെയും വിസൈരസിന്റെ ഒക്കെ തന്നെ ബ്രദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഉൾഫ് വൈറ്റ്. പക്ഷേ ഹാഫ് ബ്ലഡ് ആണെന്ന് മാത്രം. എന്നിട്ട് ഇത് കഴിഞ്ഞ് കോർലിസും റെയ്നിസും തമ്മിൽ സംസാരിക്കുന്ന ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. വെലേറിയൻ ഡൈനാസ്റ്റിയുടെ തന്നെ ഭാവിയെ പറ്റിയാണ് അവർ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു വലേറിയൻ ഫാമിലിനെ പറ്റി തീരെ പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഈ ഒരു ഇവന്റോടുകൂടി തന്നെ ഇതിന് ഫോളോ അപ്പ് ആയിട്ട് ഈ ഒരു ഫാമിലി തന്നെ മുഴുവനായിട്ട് ഇല്ലാണ്ടായി പോകും. സോ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളും അവരുടെ
അതിനെ പറ്റിയുള്ള ആകുലതകളൊക്കെയാണ് കോർലിസും റെയിനിസും തമ്മിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് കാണിച്ചു തന്നത്. ഇത് കഴിഞ്ഞ് അലിസനും ഹെലേനയും തമ്മിൽ സംസാരിക്കുന്ന സീക്വൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഹെലേന ഇതുവരെ നടന്നൊന്നും ഒരു പ്രശ്നമില്ല, കുട്ടികളാണ്, പെട്ടെന്ന് മരിക്കും, ഇതിലും വലിയ എന്തൊക്കെ വരാതിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഹെലേന കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ഡ്രീമർ ആയതുകൊണ്ട് ഇനി വരാതിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ കണ്ട് ഇതൊന്നും ഒന്നല്ല എന്ന് വിചാരിച്ച് ഒരു പക്ഷെ പറയുന്നതായിരിക്കും. കാരണം ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ മാത്രമല്ല, ഈവൻ ലോങ് നൈറ്റും ഈവൻ ഗെയിം ഓഫ് ത്രോൺസിലെ ഇവന്റ്സ് ഒക്കെ തന്നെ ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടർ മുന്നേ നേരിട്ട് കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും എലിസന്റിനോട് ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നത്. താൻ ക്ഷമിച്ചു എന്ന് പറയുന്നത് എന്തിന് അപ്പോളജി ആയിട്ടാണ് എലിസന്റ് പറയാനിരിക്കുന്നത്, അത് ക്ഷമിച്ചു എന്നാണ് ഈ ഒരു ക്യാരക്ടർ പറയുന്നത്. ഇത് കഴിഞ്ഞ ഡേമണ്ട് ആ ഒരു വിഷന്റെ സീക്വൻസ് കാണിക്കുന്നുണ്ട്. അവിടെയും ഈ ഒരു ആലിസ് റിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിച്ച് ക്യാരക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ അവിടെ മരിക്കും എന്നാണ് ആ ഒരു ക്യാരക്ടർ ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ റെനേറിയുടെ ഒരു ചെറുപ്പം നമ്മുടെ പഴയ മില്ലി ആൾക്കാർക്കിനെ ഒന്നും കൂടി കാസ്റ്റ് ചെയ്ത് റെനേറിയും ജഹേരിസിനും കൂടി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജഹേരിസ് താൻ കാരണം കൊന്ന ആ ഒരു കുട്ടിയാണ്. സോ ആ കാര്യങ്ങൾ ഇപ്പോഴും ഡെയ്മണെ കൂടി ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടി ആ ഒരു സീക്വൻസിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാണ് റെനേറിയ എലിസന്റിനെ കാണാനായിട്ട് കിങ്സ് ലാൻഡിലേക്ക് പോകുന്നത്. എങ്ങനെയാണോ ഡെയ്മൺ പോയത് അതേപോലെ തന്നെ മെയ്സറിയുടെ സഹായത്തോടു കൂടി തന്നെ കിങ്സ് ലാൻഡിൽ എത്തി എലിസന്റിനോട് സംസാരിക്കുകയാണ്. അവിടെ വെച്ചാണ് പല സീക്വൻസുകൾ എടുത്തു കാണിച്ചത്. കാരണം എലിസന്റ് വിചാരിച്ചുകൊണ്ടിരുന്നത് മരണക്കിടക്കയിൽ വിസേരിസ് പറഞ്ഞത് എയ്ഗോണെ പറ്റിയാണ്, തന്റെ മകനായ എയ്ഗോണാണ് അടുത്ത രാജാവ് ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ വിസേരിസ് പറഞ്ഞത് അതല്ല എന്ന് ഓൾറെഡി റെനേറിയയ്ക്ക് അറിയായിരുന്നു. കാരണം വിസേരിസ് പറഞ്ഞുകൊണ്ടിരുന്നത് സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിനെ പറ്റിയും എയ്ഗോൺ ദി കോൺകററിന്റെ ഡ്രീമിനെ പറ്റിയൊക്കെ ആയിരുന്നു. ഓൾറെഡി ഗെയിം ഓഫ് ത്രോൺസിൽ നടക്കുന്ന ആ ഒരു വലിയ ലോങ് നൈറ്റ്, എങ്ങനെയാണോ നൈറ്റ് കിങ് വന്ന് മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നത്, അതിനു മുമ്പ് ഒരു ടാർഗറിയൻ അവിടെ ഇരിക്കണം എന്നുള്ള ആ ഒരു പ്രൊഫസി, അതായിരുന്നു വിസേരിസ് മരണക്കിടക്കയിൽ വെച്ച് എലിസന്റിനോട് പറഞ്ഞതെങ്കിലും എലിസന്റ് അവിടെ വെച്ച് തെറ്റിദ്ധരിച്ച് തന്റെ മകനായ എയ്ഗോണെ പറ്റിയാണ് വിസേരിസ് പറയുന്നത് എന്നായിരുന്നു എലിസന്റ് വിചാരിച്ചത്. അതിന്റെ ആ ഒരു തെറ്റിദ്ധാരണ ഇവിടെ കംപ്ലീറ്റ്ലി മാറി കിട്ടി. രണ്ടുപേർക്കും മനസ്സിലായി ആരുടെ ഭാഗത്തൊക്കെയാണ് തെറ്റിയെന്നുള്ളത്. സോ എലിസന്റ് തെറ്റിദ്ധരിച്ചാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായെങ്കിലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എലിസന്റിന് അപ്പം തന്നെ മനസ്സിലായി. റെനേറിയ അപ്പോഴും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാൻ. പക്ഷേ എലിസന്റിന് അറിയാം തന്റെ കൗൺസിലിൽ ആരും താൻ പറയുന്നത് കേൾക്കില്ല. മകനായ എയ്മണ്ടും ഈവൻ ക്രിസ്ത്യൻ കോളും എയ്ഗോണും ഒക്കെ തന്നെ തലതിരിഞ്ഞ സാധനങ്ങളാണ്. ഒരെണ്ണം ഒരു വസ്തു പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പൊ എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ്. ഓൾറെഡി യുദ്ധം തുടങ്ങി കഴിഞ്ഞു, ഇനി തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് രണ്ടുപേരും പിരിയുന്ന ഒരു സീക്വൻസ് ആണ് അവസാനം കാണിച്ചു തന്നത്. സോ ഈ എപ്പിസോഡിൽ മുഴുവനായിട്ട് വലിയ ഒരുപാട് ബാറ്റിൽ സീക്വൻസുകളൊന്നും കാണിച്ചില്ലെങ്കിലും ടോട്ടലി ഓരോരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് പലരും പല വഴിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് ഒന്നും ആരുടെ കയ്യിലല്ല, ഇനി വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നുള്ള രീതിയിലാണ് ഈ എപ്പിസോഡ് മുഴുവനായിട്ട് സെറ്റ് ചെയ്തത്. ആൻഡ് അടുത്ത സീക്വൻസിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത എപ്പിസോഡിൽ തന്നെ ഒരു വലിയ ബാറ്റിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്, ബാറ്റിൽ അറ്റ് ദി റൂക്സ് റെസ്റ്റ്. സോ റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ചെറുതും വലുതുമായ ഒരുപാട് ബാറ്റിൽസ് അതിന് ഇടയിൽ വന്നു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ബാറ്റിൽസും അതിനോടൊപ്പം തന്നെ റൂക്സ് റെസ്റ്റിന്റെ ബാറ്റിൽ തുടങ്ങി വെക്കലൊക്കെ ആയിരിക്കും തൊട്ടടുത്ത എപ്പിസോഡിൽ. സോ ഇതുവരെ എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷനൊന്നും തുടങ്ങിയില്ല, ബാറ്റിലും തുടങ്ങിയില്ല, ഡ്രാഗൺസിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ തൊട്ടടുത്ത എപ്പിസോഡുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ട് കാണിച്ചത് വാർ സ്ട്രാറ്റജീസ് ആണ്. ഓരോരോ ക്യാരക്ടേഴ്സും ഓരോരോ ഇവന്റ്സും എവിടെയാണെന്ന് പ്രോപ്പർലി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് യൂട്ടിലൈസ് എന്ന് പറയാം. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഹാരൻ ഹെല്ല് ഇപ്പോൾ ഡെയ്മണ്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ ഇനി ബാക്കി എല്ലാവരും കൂടി ഈ ഒരു ഹാരൻ ഹെല്ല് പിടിച്ചെടുക്കാൻ വരുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും തൊട്ടടുത്ത എപ്പിസോഡിൽ നമ്മൾ കാത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു എപ്പിസോഡിലെ ഏറ്റവും മികച്ച സീക്വൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ബെയില് ക്രിസ്ത്യൻ കോളെ ഓടിക്കുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അത് കിടിലായിരുന്നു, ഒരു ഹൈ ടെൻഷൻ നൽകിയ സീക്വൻസ് ആയിരുന്നു അത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ് ആയിരുന്നു കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.